എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറിച്ചിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാ. സർവശക്തനായ ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങളാണ് അതൊക്കെ. അതായത് കുറച്ച് കാലങ്ങളായിട്ട് ഏകദേശം 7 മാസത്തോളം ആകുന്നു. 7 മാസത്തോളമായിട്ട് നമ്മള് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു നിമിഷമായിരുന്നു. അപ്പൊ അതിനൊരു ഒരു ആശ്വാസം എന്ന നിലയിൽ നമുക്കൊരു അനുകൂലമായിട്ടുള്ള വിധി വന്നിട്ടുണ്ട്. വിധി എന്താന്ന് വെച്ചാല് സെഷൻ കോർട്ടില് നമുക്ക് പ്രതികൂലമായി വന്നിട്ടുള്ള ആ വിധിയുടെ ഭാഗമായി ബഡ്സ് ആക്ടിൽ പെട്ടിട്ടുള്ള ഒരു ക്ലോസ് ഉണ്ട്, അപ്പീൽ ടു ഹൈക്കോർട്ട് എന്നുള്ളത്. അത് തോറ്റ ആളുകൾക്കും ജയിച്ച ആളുകൾക്കും പറ്റാവുന്ന ഒരു കേസാണ്. അപ്പൊ തോറ്റ ആളുകൾക്ക് അപ്പീൽ ടു ഹൈക്കോർട്ട് എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് എടുത്തുകൊണ്ട് നമ്മൾ ഹൈക്കോർട്ടിലോട്ട് ഒരു അപ്പീലിന് പോവുകയാണ്. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു, ഹൈറിച്ച് ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഹൈറിച്ചിനെ വിലയിരുത്തേണ്ടത്. ഹൈറിച്ച് അപ്പീലിന് പോയി. നല്ല പ്രഗത്ഭരായിട്ടുള്ള വക്കീലിനെയാണ് ഹൈറിച്ച് ഹൈക്കോർട്ടിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വെച്ചത് എന്നുള്ളതാണ് വലിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ അദ്ദേഹം വളരെ പവർഫുൾ ആയിട്ട് അവിടെ നമ്മുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് വാദിച്ചു. നമ്മൾ കൊടുത്ത അപ്പീല് നമുക്ക് അവിടെ കാര്യങ്ങൾ നമ്മളെല്ലാം തന്നെ അവിടെ പറയുകയുണ്ടായി. ഏകദേശം നമ്മൾ കേട്ടതാണ് 2 മണിക്കൂറോളം വാദം ഉണ്ടായിരുന്നു. ഹൈറിച്ച് ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് എന്താണെന്നുള്ളതും, ഈ കൊടുത്ത വ്യക്തി ഈ പരാതി കൊടുത്ത വ്യക്തി ഈ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷനും ഇല്ലാത്ത വ്യക്തിയാണെന്നുള്ളതും, അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രങ്ങളും, അതുപോലെ തന്നെ ആമസോൺ അത്തരം കമ്പനികളെല്ലാം തന്നെ ഇതേ പാറ്റേൺ ആണ് ഇവിടെ നിലനിർത്തി പോരുന്നത് എന്നുള്ളതും, അതേ പാറ്റേൺ മറ്റു നമ്മളെ കേരളത്തിലുള്ള ഹൈറിച്ച് പോലത്തെ കമ്പനികൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അത് മണി ചെയിൻ രൂപത്തിലോട്ട് കടത്തപ്പെടുന്നത് എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്ത അപ്പീലിനെ അലോ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഇന്നൊരു വിധി വന്നിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. വലിയൊരു സന്തോഷം, ഏറ്റവും വലിയ സന്തോഷമാണ് ഇപ്പൊ ഇന്ന് അത് കാണാൻ സാധിക്കുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അത് ഒരു നിങ്ങൾ ഹൈറിച്ചോളി ആവണം. ഹൈറിച്ചോളി ആയാലും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അത് എല്ലാവരും ആ ഒരു സന്തോഷത്തിൽ പങ്കുചേർന്ന് നിൽക്കുന്ന ഒരു അവസരമാണ്. ആരും തന്നെ ആരെയും കുറ്റം പറയാനോ തെറി വിളിക്കാനോ ഒന്നിനും പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം, നമുക്ക് ഇതിൽ വിശ്വാസം ഉള്ളത് കൊണ്ടും നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നല്ല ബോധം ഉള്ളത് കൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട് കാത്തിരുന്നതും കേസൊന്നും കൊടുക്കാണ്ട് നമ്മൾ ഇതിന്റെ കൂടെ നിന്നത് അതിന്റെ പേരിലാണ്. കാരണം നമ്മൾ ചെയ്ത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ ചെന്നെത്തിപ്പെട്ട സ്ഥലം അത് അവര് പറയുന്ന പോലെ, മറ്റവർ പറയുന്ന പോലെ ഡെപ്പോസിറ്റ് വാങ്ങി മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണെന്ന് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുമില്ല. നമ്മളിൽ നിന്ന് അവർ വാങ്ങിയ പണം അവരുടെ ബിസിനസ്സിനെയും പ്രൊജക്ടിനെയും വലുതാക്കാനും അതിന്റെ ലക്ഷ്യത്തിലോട്ട് എത്തിക്കാനും വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരെയാണ് നമ്മൾ അവിടെ കണ്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇനി ഇത്തരം കാര്യങ്ങൾ വീണ്ടും വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു സംവിധാനത്തെ എന്തുകൊണ്ട് ഒരു മേശക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നുകൊണ്ട് ഇതിന്റെ ഉദ്യോഗസ്ഥർക്കാണെങ്കിലും നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്കാണെങ്കിലും അത് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി, ഇപ്പൊ ഈ പത്രമാധ്യമങ്ങൾക്കാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് നിയമ സംവിധാനത്തിൽ പെടാത്ത, അല്ലെങ്കിൽ നിയമ സംവിധാനത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാവുന്ന ഒരു മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തി നല്ല രൂപത്തിൽ നിങ്ങൾക്ക് പോകാനുള്ള ഒരു മാർഗനിർദ്ദേശവും ഒരു ഗൈഡൻസും നൽകിക്കൊണ്ട് ആ ഒരു സംവിധാനത്തിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടല്ലേ ശരിക്കും ഈ പറയുന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും ഈ പറയുന്ന ഗവൺമെന്റിന്റെ ആളുകളാണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇവിടെ ജനങ്ങൾക്ക് ഉപകാരമുള്ളത് കൊണ്ടാണ് ജനങ്ങൾ അതിന്റെ കൂടെ നിന്നതും ഈ ലക്ഷക്കണക്കായിട്ടുള്ള ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഭാരവാഹികളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മനസ്സിൽ ഏറ്റിക്കൊണ്ട് നടന്നതും അതിന്റെ കാരണം കൊണ്ട് തന്നെയാണ്. അതല്ല ജനങ്ങളിൽ നിന്ന് പണം വീഞ്ഞുകൊണ്ട് അവർക്ക് മാത്രം ഉപകാരം കിട്ടുന്ന ഒരു സിസ്റ്റം ആയിരുന്നെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ജനങ്ങൾ അതിന്റെ കൂടെ നിൽക്കത്തില്ല. എല്ലാവരും ഭക്ഷണം ചോറ് തന്നെയാണല്ലോ കഴിക്കുന്നത്. അപ്പോ അത്തരം ഉപകാരങ്ങൾ കിട്ടിയത് കൊണ്ടും അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആമസോണിൽ നിന്ന് ഒരുപാട് പേരുടെ, ആമസോൺ പ്രൈമിൽ നിന്ന് ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അവർ കരയുകയാണ്. കാരണം റോബോട്ടുകൾ വന്നിട്ട് അവരുടെ പാക്കേജിംഗ് സിസ്റ്റവും അവരുടെ കൊറിയർ സംവിധാനവും റോബോട്ടുകൾ ഏറ്റെടുക്കണം. വലിയൊരു വെയർഹൗസിൽ ഒരുപാട് റോബോട്ടുകളെ നിയമിച്ചുകൊണ്ട് അവരുടെ ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇത്തരം സംവിധാനം, മാൻ പവർ സംവിധാനങ്ങളിലോട്ട് ഈ റോബോട്ടുകളെ എഐയുടെയും കടന്നുവരവ് വളരെ കുറവായിരിക്കും. അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള സംവിധാനം, ഈ ജനങ്ങളിലോട്ട് പണം ഫ്ലോ ചെയ്യാനുള്ള സംവിധാനം, ഈ ജനങ്ങളുടെ കയ്യിലായിട്ട് പണം എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സംസ്ഥാനങ്ങളുടെയും ഈ രാജ്യത്തിന്റെയും സാമ്പത്തികമായിട്ട് പുരോഗതിക്ക് അത് വലിയതായിട്ട് ഉപകാരം ചെയ്യുന്ന ഒരു അവസ്ഥ. ഒരാൾക്ക് ഒരു കാർ അച്ചീവ് ചെയ്യണം, ആ കാർ എടുക്കുന്നത് തൊട്ടടുത്തുള്ള ജില്ലയിൽ നിന്നായിരിക്കും. അതിന്റെ ടാക്സ് പേയ്മെന്റ് കാര്യങ്ങളൊക്കെ അവിടെ നിന്നായിരിക്കും. അവർ എണ്ണ അടിക്കുന്നത് അവിടെ നിന്നായിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു വീട് എടുക്കണം, അതിന്റെ ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഈ ഒരു സർക്കിളിൽ തന്നെ ചുരുങ്ങി നിൽക്കുന്നത്, കറങ്ങി നിൽക്കുന്ന ഒരു സംവിധാനം. അത് പണം എത്ര വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം, നമുക്ക് മാന്യമായിട്ട് എത്ര രൂപ വേണമെങ്കിലും കോടികളാണെങ്കിലും കോടികൾ ഉണ്ടാക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഇത്തരം സംവിധാനങ്ങളെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കാനും
ജനങ്ങളിലിടയ്ക്ക് ബോധവൽക്കരണത്തോടു കൂടി നല്ല കാര്യങ്ങളെ നല്ലതായിട്ട് ചിത്രീകരിച്ചു കൊടുക്കാനും ചീത്ത കാര്യങ്ങളെ ചീത്തതായിട്ട് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനുള്ള നിയമ സംവിധാനങ്ങൾ വരണം. നിയമ സംവിധാനത്തിന്റെ ഒരു റെഗുലേറ്ററി സംവിധാനങ്ങൾ വരണം. എന്നാൽ ജനങ്ങൾക്ക് നല്ലതായി തോന്നുന്ന കാര്യങ്ങളിൽ അവരുടെ പണം മുടക്കുന്നതിനെയും അവരുടെ പണം നിക്ഷേപം ചെയ്യുന്നതിനും എപ്പോഴും ഒരു സെക്യൂരിറ്റി അവിടെ ഫീൽ ചെയ്യും. ഇത് നല്ലതൊന്നും ഇല്ലാതാവുമ്പോൾ മറ്റു പലതിലോട്ടും ഇന്ന് ഈ നിമിഷം ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് പല മാർഗങ്ങളിലും കൂടി തന്റെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ആഗ്രഹിച്ചുകൊണ്ട് പല തട്ടിപ്പ് കേന്ദ്രങ്ങളിലും പണം നിക്ഷേപിക്കുന്ന ആളുകൾ ഈ നിമിഷം ഞാൻ സംസാരിക്കുമ്പോൾ ചെയ്യുന്നുണ്ടാവും. അത് തടയണമെങ്കിൽ നല്ലതായിട്ടുള്ള ഒരു സംഭവം വേണം. അതിലോട്ട് നമുക്ക് ജോയിൻ ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നല്ല കമ്പനികളെ തെരഞ്ഞെടുത്ത് നല്ല കമ്പനികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഈ കേരള മണ്ണിൽ നല്ല രൂപത്തിലുള്ള ഒരു വ്യവസായ സൗഹൃദ രാജ്യമാക്കി മാറ്റാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ നിലവിൽ വരണം. ഇത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ. കാരണം ഞങ്ങൾ കഴിഞ്ഞാൽ ഞങ്ങളെ തലമുറ വരാനുണ്ട്. ഈ തലമുറക്കെങ്കിലും ഇവിടെ മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. അപ്പോ ഹൈറിച്ച് കുടുംബത്തിന്റെ ഈ ഒരു അവസരത്തിലുള്ള സന്തോഷത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നു. ആരെയും വെല്ലുവിളിക്കാനോ നമ്മളെ കുറ്റം പറഞ്ഞവരെ തിരിച്ചു കുറ്റം പറയാനൊന്നും നമ്മളില്ല. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമുക്ക്. നമുക്കിവിടെ മാന്യമായിട്ട് ജോലി ചെയ്യണം, അതിലൂടെ പണം സമ്പാദിക്കണം, സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരിക്കണം, നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിനോട് കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം. ഇത്രേ നമുക്ക് ആഗ്രഹമുള്ളൂ. ആരെയും പറ്റിക്കാനോ ആരെയും പിടിച്ചു പറിക്കാനോ ആരെയും ഇതിലോട്ട് കൊണ്ടുവരാനോ ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോ ബഡ്സിന്റെ കേസ് വിധി അനുകൂലമായിട്ട് വന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് സെഷൻ കോടതിയിൽ പോയിട്ട് ഈ പെർമനന്റ് ഫ്രീസിംഗ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യത്തെ നീക്കിക്കൊണ്ട് നമ്മുടെ ആ താൽക്കാലികമായിട്ടുള്ള ഫ്രീസിംഗ് അവിടെ ഒഴിവാക്കും. ശേഷം നമുക്ക് അതൊരു 50% കണക്ക് കൂട്ടാൻ ഒരു 50% മറ്റു ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രീസിംഗ് കൂടി നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി വരാനുള്ള ദിവസങ്ങളിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ഇതിലൊരു ഒരു വിജയം എത്തിയിട്ടില്ല. ഇനിയും കാര്യങ്ങൾ അവിടെ കിടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയും കുറച്ച് നിയമ സംവിധാനത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഇനി വരും ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നുണ്ടായിട്ടുള്ള ഈ ഒരു ആശ്വാസമായിട്ടുള്ള വിധിയിൽ എല്ലാവരുടെ കൂടെയും സന്തോഷത്തിൽ പങ്കുചേരുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു സോ മച്ച്.